എടാ നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? അതൊന്നും നടക്കൂല. സമാധാനായി. ഒന്ന് പോസിറ്റീവായി ചിന്തിക്ക്, എങ്ങനെയും ഒന്ന് കല്യാണം കഴിച്ച് പോട്ട്. എൻ്റെ രമണ, എന്നെക്കാൾ ഒരു വയസ്സ് കുറവായ നിനക്ക് എന്നെക്കാൾ മുമ്പേ പെണ്ണ് കിട്ടിയാൽ ഈ നാട്ടുകാർ എന്നെ പറ്റി എന്ത് പറയല്? എൻ്റെ വീട്ടുകാർ എന്ത് പറയും എന്നെ? അപ്പോൾ മറ്റേ രാജേഷിന് നിന്നെക്കാൾ 5 വയസ്സ് കുറവല്ലേ? അപ്പോൾ ഓനെങ്ങനെ പെണ്ണിട്ടിയേ? അത് കിട്ടീനി, പക്ഷെ സന്തോഷിക്കാൻ വകയുണ്ട്. എന്താ ആ പെണ്ണ് തീരെ ശരിയില്ലാന്നാ പറഞ്ഞു. അവിടെ മുമ്പേ എന്തെല്ലോ സെറ്റപ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നു. എപ്പോൾ നോക്കിയാലും ഫോൺ വിളിയും ഓൻ്റെ ബൈക്കിൽ അടിയെല്ലാം കറങ്ങുന്ന കുറേ ആൾ കണ്ടിനി. എനിക്കറിയില്ല, എല്ലാവരും പറയുന്നുണ്ട്. അല്ലപ്പാ, നീ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പോയി, അതെന്തായി? നടക്കോ? നടക്കും. പെണ്ണ് നടക്കും, പക്ഷെ കല്യാണം നടക്കില്ല. എന്താ? എടാ, പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നമ്മ അവരെ വീട്ടിൽ പോയി. വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി, വീട്ടുകാർ അതിലും സൂപ്പർ. അങ്ങനെ അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണിങ്ങനെ സ്ലോ മോഷനിലും ചായമായിട്ട് വന്നു. എൻ്റെ രമണ, എൻ്റെ പെണ്ണ് കാണൽ ലൈഫിൽ ഇത്രയും സുന്ദരിയായ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണും. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ സിനിമാ നടിമാർ പോലും തോറ്റു. എന്നിട്ട് ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ ലയിച്ച് അവൾ തന്ന ചായ എടുത്ത് ഞാൻ അറിയാതെ അവളുടെ അച്ഛനോട് ചിയേഴ്സ് പറഞ്ഞു. എന്നിട്ടെന്താവൻ അച്ഛൻ അത് ഒറ്റ വലിക്കടിച്ച് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു.